ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മളുടെ കിഡ്സ് റൂം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ലിവിങ് റൂമും കിച്ചണും ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി വളരെ ചെറിയതാണ് കിഡ്സ് റൂം. അപ്പോൾ അവിടെ ഏറ്റവും മിനിമൽ ഫർണിച്ചർ മാത്രമാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമലായിട്ടുള്ള ഫർണിച്ചേഴ്സ് മാത്രം ഇട്ടുകൊണ്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് റൂമിൽ 2 വിൻഡോസ് ഉണ്ട്. സാധാരണയൊക്കെ റൂമുകളിൽ ഒരു വിൻഡോയെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വെട്ടവും വെളിച്ചവും ഈ റൂമിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ ഒരു വലിയ വിൻഡോയാണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഐക്കിയയുടെ ഒരു കബോർഡുണ്ട്. അപ്പോൾ ഈ കബോർഡിലാണ് കുട്ടികളുടെ എല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. അതായത് ഡ്രസ്സ്, വിൻ്റർ ക്ലോത്ത്സ്, പിന്നെ അവരുടെ പഴയ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ നമ്മളുടെ കുറച്ച് സാധനങ്ങൾ കൂടെ ഈ കബോർഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ ലെങ്ത് കബോർഡ് ആയതുകൊണ്ട് 4 ഡോറുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കബോർഡാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിടാണ്ട് നമുക്ക് സാധനങ്ങൾ അകത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഈ വിൻഡോ തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച കിച്ചണിൽ നമ്മൾ കണ്ട അതേ കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോഴും സമയം ഏകദേശം പകലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. രാത്രിയിലെ വ്യൂവും അതിമനോഹരമാണ്. കാരണം ലൈറ്റുകളൊക്കെ ഇങ്ങനെ പുറത്ത് തെളിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യൂവേ അല്ല. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട്, ആ വിൻഡോയുടെ താഴെയായിട്ടാണ് ഈ ഒരു ഷെൽഫ് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു TV യൂണിറ്റാണ്. ശരിക്കും ഐക്കിയയുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ കബോർഡും ഈ ക്യാബിനറ്റും കൂടെ നമ്മൾ ഒന്നിച്ച് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിള്ളേരുടെ ബുക്സും കാര്യങ്ങളും, ഇപ്പം പ്രസൻ്റ്ലി ഉപയോഗിക്കുന്ന എല്ലാ ബുക്കുകളും പെൻസിൽ, അങ്ങനത്തെ അവരുടെ ഡെയിലി യൂസിനുള്ള എല്ലാ കാര്യങ്ങളും ഒരു 3 ഷെൽഫുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ അതിൻ്റെ അകത്ത് തന്നെ കയറിക്കോളും. പിന്നെ ആണെങ്കിൽ ഇവിടെ ഞാനൊരു ചെറിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് വിത്ത് ഫ്രെയിം. ഇത് ഐക്കിയയുടെ ഒരു ഫ്രെയിമാണ്. പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഗേളിൻ്റെ ഒരു ഫോട്ടോയാണ്. പിന്നെ ഇവിടെയും ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഈ 2 സൈഡിൽ നിന്നും നല്ല വെട്ടം നമ്മളുടെ ഈ റൂമിലോട്ട് കയറും. പിന്നെ ഇവിടെ ഇട്ടേക്കുന്ന ഡബിൾ ഡെക്കർ ബെഡാണ്. നമുക്ക് 2 ബെഡ് ഇടാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ ഡെക്കർ ബെഡാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഐക്കിയയുടെ തന്നെ ഒരു കട്ടിലാണ്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ നിന്നൊക്കെ കുറേ അത് വിട്ടുപോകാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഇങ്ങനത്തെ ബെഡ് വാങ്ങിച്ചാൽ. എന്തായാലും കുറച്ച് വർഷങ്ങളായി, അതുകൊണ്ട് കുറേ നാളുകളായിട്ട് നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിളാണ് വെച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറും പിന്നെ അവരുടെ ബൈബിളും പിന്നെ പഠിക്കാനുള്ള ബുക്കുകളും അത്യാവശ്യം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് പിന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. റിഫ്രഷിംഗ് ആണ് എപ്പോഴും. കുറച്ചും കൂടെ ഒക്കെ വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ വെച്ചിട്ടില്ല എന്ന് മാത്രം. ഇതും എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ, പഴയ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിഡ്സ് ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ വിചാരിക്കും ഇത്ര ചെറിയൊരു ബെഡ്റൂമിൽ എങ്ങനെയാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾക്കറിയാം, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുമ്പോൾ ഉള്ള സൗകര്യം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സ്റ്റോറേജ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ധാരാളമുള്ള കബോർഡുകളൊക്കെ വാങ്ങുവാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ പുറത്തൊന്നും വലിച്ചു വാരി ഇടാണ്ട് നമുക്കതെല്ലാം അതിൻ്റെ അകത്തേക്ക് വെക്കുവാണെങ്കിൽ ഒത്തിരി പുറത്തിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കില്ല. അപ്പോൾ അതൊരു വലിയൊരു ടിപ്പാണ്. ഈ കബോർഡ് ഇത്രയും വലിയത് വാങ്ങിയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ പുറത്ത് നിരത്തി ഇടാണ്ട് തന്നെ നമുക്ക് അകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്താ പറയുക ബെഡ്റൂം. അപ്പോൾ കുട്ടികളൊന്നും ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയത്. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്കറിയാം എപ്പോഴും ഇങ്ങനെയൊന്നും ഇരിക്കണമെന്നില്ല. അവരുടെ ബുക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. പക്ഷേ എങ്കിൽ പോലും കുട്ടികളൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നതും അതത്ര എന്താ പറയുക, നമ്മൾക്കൊരു ലോൺലിനെസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കുട്ടികളൊക്കെ പഠിക്കാനായിട്ട് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവരില്ലാത്ത, ഇപ്പോൾ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾ ഉള്ളത് തന്നെയാണ് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിന് സന്തോഷവും അതൊക്കെ തരുന്ന ഒരു കാര്യം. എത്ര വൃത്തികേടായി കിടന്നാൽ പോലും നമ്മൾക്ക് അവർ പോയി കഴിയുമ്പോഴേ അവരുടെ ആബ്സെൻസ് വളരെ ഫീൽ ചെയ്യുള്ളൂ. പിന്നെ 2 ചെയർ ഇവിടെ, അത് ഐക്കിയയുടെ തന്നെ ചെയറാണ്. അത് നമ്മൾ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ സാധനങ്ങൾ പുറത്ത് വയ്ക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സാധനങ്ങളും തന്നെ അകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള കിഡ്സ് ബെഡ്റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.